വന്നിട്ടുള്ളത് നമുക്ക് ഗോതമ്പ് പൊടി അരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊറോട്ട നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് റെഡിയാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ആരും മടിക്കരുതേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അത് 1 കിലോ ഗോതമ്പ് പൊടി വെച്ചാണ് ഞങ്ങളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. 1 കിലോ പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും എടുക്കണം. 1 ലിറ്റർ വെള്ളം ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മളുടെ സോഡാപ്പൊടി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. നമുക്ക് വലിയൊരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ പൊടി നനയാൻ ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളുടെ ഉപ്പും സോഡാപ്പൊടിയൊക്കെ അതിനകത്ത് കിടന്നൊന്ന് മിക്സായി വരണം. ഇനി നമുക്ക് നമ്മളുടെ ആട്ടാപ്പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹസ്ബൻഡാണ് ഈ പൊറോട്ട ഉണ്ടാക്കി തരുന്നത്. ഹസ്ബൻഡ് നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കും. അപ്പം നമ്മളുടെ ഗോതമ്പ് പൊടി വെച്ചും ഉണ്ടാക്കാം, നമുക്ക് നമ്മളുടെ മൈദാപ്പൊടി വെച്ചും ഉണ്ടാക്കാം. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്നതാണ്. ആവശ്യമെങ്കിൽ നമുക്ക് പകുതി ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം. അതായത് 1/2 കിലോ ഗോതമ്പ് പൊടിയും 1/2 കിലോ മാവ് പൊടിയും വെച്ചും വേണമെങ്കിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം. ഞങ്ങളിവിടെ മുഴുവനായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഗോതമ്പ് പൊടി തന്നെയാണ്. നമ്മുടെ മൈദയിൽ നിന്ന് കിട്ടുന്ന അത്രയും പശമയമായിട്ടുള്ളൊരു പൊറോട്ട അല്ലെങ്കിലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൊറോട്ട ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അതിനുശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഈ മാവിനെ നമുക്ക് ഒന്ന് മയപ്പെടുത്തി എടുക്കണം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഇതുപോലെ തേച്ച് എടുക്കുക എന്നാണ് പറയുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഒരു 5 മിനിറ്റോളം ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മളുടെ പൊറോട്ടയ്ക്ക് നല്ലൊരു മയം കിട്ടത്തുള്ളൂ. അപ്പം നമുക്കത് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ നല്ല മയമായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തുനിന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബോൾസായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഓരോരോ ബോളായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഉരുട്ടി നമ്മളുടെ കൈകളിനകത്ത് തന്നെ നമുക്കിങ്ങനെ ബോളായിട്ട് പിടിച്ച് മാറ്റി വയ്ക്കാം. ഈ ബോളാണ് ഒരു ബോളിൽ നിന്ന് നമുക്ക് 2 പൊറോട്ട കിട്ടും. ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ബോളാക്കി എടുക്കാൻ പറ്റും. നമ്മളുടെ മാവ് പൊടിക്കും സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ മാറ്റി വയ്ക്കുക. അങ്ങനെ നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവുകളും ഇങ്ങനെ ബോളാക്കി മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം നമുക്ക് മൂടി വെക്കണം. അപ്പം നമ്മളുടെ ബോൾസൊക്കെ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോളൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഉരുളയാക്കി തന്നെ എടുക്കാം ഇങ്ങനെ കയ്യിലിട്ട്. ഇനി നമുക്ക് ആ ബോൾസിൻ്റെ മുകളിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കാം. നന്നായിട്ട് സൺഫ്ലവർ ഓയിലിൽ ഇങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. അതിനുശേഷം നമുക്കിത് ഒരു നനഞ്ഞ തുണി വെച്ച് മൂടി റെഡിയാക്കി പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഇവിടെ എല്ലാം റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല എണ്ണയൊക്കെ തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ കോട്ടൺ തുണി നമുക്ക് റെഡിയായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കോട്ടൺ തുണി വെച്ചതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ പൊറോട്ട ആവശ്യത്തിനായിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ്സും അതിന് അത്രയും സമയം വേണം അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റെഡിയായോ നമുക്കൊന്ന് നോക്കാം. ബോൾസൊക്കെ റെഡിയായോ നോക്കാം. കണ്ടോ, ബോളൊക്കെ ഇവിടെ റെഡിയായി പുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ കൈ അങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാവ് റെഡിയായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഈ പൊറോട്ട വീശിയെടുക്കാം. അതിലേക്ക് നമുക്കിങ്ങനെ പരത്തിയതിന് ശേഷം നമ്മളുടെ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയതിന് ശേഷം എണ്ണയും കൂടെ കൂട്ടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് വീശി പൊറോട്ട അടിച്ചെടുക്കണം. എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാരും മറക്കരുത്. എണ്ണ നമുക്കിതിനൊരു മെയിൻ സംഭവമാണ് പൊറോട്ടയ്ക്ക്. അപ്പം നന്നായിട്ട് ഇങ്ങനെ 2 കൈയും കൂടി പിടിച്ചതിന് ശേഷം നമുക്കിങ്ങനെ നന്നായിട്ട് വീശിയെടുക്കാം. അപ്പം നമ്മളുടെ പൊറോട്ട ഇതുപോലെ നല്ല നൈസായിട്ട് വരും.
അപ്പോൾ ഈ കീറി പോകുന്നൊന്നും സാരമില്ല, അത് നമ്മളുടെ മാവ് കറക്റ്റായിട്ട് പുളിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്ത സംഭവം നമുക്കിനി ഇതുപോലെ ചുറ്റിയെടുക്കുക. നമ്മുടെ പൊറോട്ടയുടെ ഷേപ്പിലേക്കാക്കി മാറ്റുക. ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. ഇനി നമുക്കിത് പരത്തി റെഡിയാക്കി ചുട്ടെടുക്കണം. നമ്മളുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. കൈകൊണ്ട് പരത്തുന്നതായിരിക്കും നല്ലത്. കൂടുതൽ നമുക്ക് പൊറോട്ടയുടെ അതേ ഷേപ്പിൽ തന്നെ കിട്ടാൻ നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തി പലക അങ്ങനെ ഉപയോഗിക്കുന്നതിന് അത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. നമ്മുടെ കൈ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കേണ്ട താമസമേ ഉള്ളൂ. നമ്മളുടെ പൊറോട്ട വേഗത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു പൊറോട്ടയാണ്. എല്ലാവർക്കും വീടുകളിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാനിവിടെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വരുന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കറിയാമല്ലോ പൊറോട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് നന്ദി വീഡിയോ കണ്ടതിന്. തുടർന്നും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പൊറോട്ടയുടെ ഒരു വശം ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് വശവും ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് 2-3 പൊറോട്ടകൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പൊറോട്ട നന്നായിട്ട് മയമായിട്ട് വരും. നമ്മളുടെ വീറ്റ് പൊറോട്ട നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ പൊറോട്ട ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ ചൂടോടുകൂടി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു 3-4 എണ്ണം ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ചെയ്താൽ മതിയാകും. എന്നാലാണ് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. ഇതുപോലെ അങ്ങ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പം നമ്മളുടെ പെർഫെക്റ്റ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.